നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ മങ്കി മാൻ എന്ന ചലച്ചിത്രം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ആ ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് കാടിനോട് ചേർന്ന ഒരു ആദിവാസി ഗ്രാമത്തിൽ നിന്നുമാണ്. അവിടെയായിരുന്നു നീല എന്ന യുവതിയും മകൻ കുട്ടിയും ജീവിച്ചിരുന്നത്. നീല കുട്ടിക്ക് ഓരോ പുരാണ കഥകൾ പറഞ്ഞുകൊടുക്കും. അന്നൊരു ദിവസം ഹനുമാനെ പറ്റിയുള്ള കഥ നീല മകൻ കുട്ടിക്ക് പറഞ്ഞുകൊടുക്കും. ഹനുമാൻ സ്വാമി മാമ്പഴത്തിനായി നോക്കുമ്പോൾ ആകാശത്ത് സൂര്യനെ കാണുന്നതും അതും ഒരു പഴമാണെന്ന് ചിന്തിച്ച് സൂര്യന് നേരെ കുതിച്ച് സൂര്യനെ വായിലാക്കുന്നതും അതിന്റെ പേരിൽ ഹനുമാൻ സ്വാമിയെ ദേവന്മാർ വന്ന് ശിക്ഷിക്കുന്നതുമായ പുരാണ കഥയുടെ ഭാഗമായിരുന്നു അന്ന് നീല മകനോട് പറഞ്ഞത്. കുട്ടി അന്നു മുതൽ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ കരുതി ജീവിക്കാൻ തുടങ്ങി. ഹനുമാൻ സ്വാമി അവന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുട്ടി വലിയൊരു നഗരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. അവിടെ ടൈഗേഴ്സ് ടെമ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയുണ്ട്. കുരങ്ങന്റെ മുഖം മൂടി വെച്ച് കുട്ടി അവിടെ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. മങ്കി മാൻ എന്ന പേരിലായിരുന്നു ഏവരും അവനെ വിളിച്ചുകൊണ്ടുവരുന്നത്. ഏവർക്കും മങ്കി മാസ്ക് ധരിച്ചെത്തുന്ന കുട്ടിയോട് വളരെ പുച്ഛമായിരുന്നു. അതുവരേക്കും ഒരിക്കൽ പോലും മങ്കി മാൻ എതിരാളികളോട് പോരടിച്ച് ജയിച്ചിട്ടില്ല. അതിൽ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയുടെ ഓണർ ടൈഗറിന്റെ കളികൾ ഉണ്ടെങ്കിലും അത്തരത്തിലായിരുന്നു കുട്ടി ജീവിതം മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഫൈറ്റിംഗ് അറീനയിലെ മാച്ചിലും തല്ലുകൊണ്ട് താഴെ വീണ് രക്തമൊലിച്ച് കുട്ടി പരാജയപ്പെട്ടു. ബാക്ക് സ്റ്റേജിൽ വെച്ച് അവൻ അന്നത്തെ പ്രതിഫലവും ലഭിക്കുകയാണ്. പക്ഷെ പറഞ്ഞതിന്റെ പകുതി പണമേ ലഭിക്കുന്നുള്ളൂ. ക്ലബ് ഓണർ ടൈഗറിനോട് പറഞ്ഞ പണം പൂർണ്ണമായും തരാൻ കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിലും നിനക്കെന്തിനാ ഇതിനും മാത്രം പണം? ഇന്ന് ഒരുപാട് ചോരയൊന്നും ഒലിപ്പിച്ചില്ലല്ലോ, നന്നായിട്ട് ഇടികൊണ്ട് ചോരയൊലിക്ക്, അപ്പോ പണം തരാം എന്നായിരുന്നു ടൈഗറിന്റെ മറുപടി. അന്ന് അതിനുശേഷം അവനടുത്തുള്ള ഒരു ബാറിലേക്ക് പോയി. അവിടെ ജോർജ് എന്ന പേരിൽ ഒരു പയ്യൻ വന്നിരുന്നു. കുട്ടിക്ക് വേണ്ട ചില ഇൻഫർമേഷൻ ആ പയ്യന്റെ കയ്യിലുണ്ട്. തന്റെ ഫോണിൽ ക്യൂനി കപൂർ എന്ന് പേരുള്ള ഒരു സ്ത്രീയെ പറ്റിയുള്ള വിവരങ്ങൾ ആ പയ്യൻ കുട്ടിയോട് പറയുകയാണ്. ക്യൂനി കപൂർ ആ നഗരത്തിൽ കിങ്സ് എന്ന പേരിൽ വലിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ നടത്തിപ്പുകാരിയും മാനേജറും ഒക്കെയായിരുന്നു. പുറമേ നിന്നാണ് അതൊരു ഹോട്ടലെങ്കിലും അകത്ത് അതൊരു വേശ്യാലയമാണ്. വിവിഐപികളൊക്കെ എത്തുന്ന മയക്കുമരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു രഹസ്യ വേശ്യാലയം. അതേ കിങ്സ് ഹോട്ടലിലേക്കായിരുന്നു പലപ്പോഴും മീറ്റിംഗിനു വേണ്ടി ബാബാ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ വലിയൊരു ആൾ ദൈവവും വരാറുണ്ടായിരുന്നത്. അടുത്ത ദിവസം കുട്ടിയുടെ നിർദ്ദേശപ്രകാരം ക്യൂനി കപൂർ പുറത്തൊരു റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വീൽചെയറിൽ ലോട്ടറി വിൽക്കാൻ വണ്ണം എത്തിയ ഒരാൾ ക്യൂനി കപൂർ അറിയാതെ അവരുടെ പേഴ്സ് മോഷ്ടിച്ച് കടന്നു കളയുന്നുണ്ട്. യാഥാർത്ഥ്യത്തിൽ കാല സുഖമില്ലാത്തൊരു വ്യക്തി പോലും ആയിരുന്നില്ലേ അയാൾ. ആ പേഴ്സ് തെരുവിലൂടെ പലയിടത്ത് പല ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ഒടുവിൽ കുട്ടിയുടെ കയ്യിൽ എത്തിച്ചേരുകയാണ്. പേഴ്സ് കയ്യിലെത്തിയതിനു പിന്നാലെ ആ പേഴ്സ് ക്യൂനി കപൂറിന് തിരിച്ചു കൊടുക്കുവാൻ കുട്ടി നേരെ കിങ്സ് ഹോട്ടലിന്റെ മാനേജർ റൂമിലെത്തി. പേഴ്സ് കിട്ടിയ ക്യൂനി കപൂർ പ്രതിഫലമായി കുറച്ച് പണം നൽകിയെങ്കിലും തനിക്ക് പണം വേണ്ട, അവിടെ ഒരു ജോലി തന്നാൽ മതി എന്നായിരുന്നു കുട്ടി പറഞ്ഞത്. പക്ഷെ അത് വളരെ വലിയൊരു സ്ഥാപനമാണെന്നും ഒരു അഡ്രസ്സുമില്ലാത്ത അവനെപ്പോലൊരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ലെന്നും നിന്റെ CV എവിടെ എന്നുമായിരുന്നു ക്യൂനി കപൂർ ചോദിച്ചത്. കുട്ടിയുടെ പക്കൽ കൊടുക്കാൻ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്തോ ചിന്തിച്ച് അവൻ തന്റെ പൊള്ളലേറ്റ കൈ ക്യൂനി കപൂറിന്റെ മുമ്പിലേക്ക് കാണിച്ചു. ഇതാണ് തന്റെ CV എന്ന് പറഞ്ഞു. ജോലി ചെയ്തുള്ള തഴമ്പും പൊള്ളലും ആവാമത് എന്നായിരുന്നു ക്യൂനി കപൂർ ചിന്തിക്കുന്നത്. അതോടെ അവിടുത്തെ പാത്രം കഴുകുന്ന റെസ്റ്റോറന്റിലെ ജോലി കുട്ടിക്ക് ലഭിക്കുകയാണ്. കുട്ടി അങ്ങനെ അടുത്ത ദിവസം മുതൽ ജോലിക്ക് കയറി. അവിടുള്ളവർ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോൾ അവിടുത്തെ ബ്ലീച്ചിങ് പൗഡർ ബ്രാൻഡിലുണ്ടായിരുന്ന ബോബി എന്ന പേരാണ് കുട്ടി അവരോട് പറയുന്നത്. അന്നു മുതൽ അവിടുള്ള എല്ലാവർക്കും അവൻ ബോബിയാവാൻ തുടങ്ങി. അവിടെ വെച്ച് കുട്ടി അങ്ങോട്ടേക്ക് അധികാരത്തിൽ കടന്നുവരുന്ന ഒരു ഔട്ട്സൈഡറെ പരിചയപ്പെടുന്നുണ്ട്. അൽഫോൺസോ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് കിങ്സ് ഹോട്ടലിലും മാനേജറുടെ അടുത്തുമൊക്കെ വലിയ പിടിപാടും സ്ഥാനവുമുണ്ട്. യാഥാർത്ഥ്യത്തിൽ അൽഫോൺസോ ആയിരുന്നു കിങ്സ് ഹോട്ടലിലേക്ക് വേണ്ട മയക്കുമരുന്നൊക്കെ പുറമേ നിന്നും എത്തിച്ചു കൊടുത്തിരുന്നത്. അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോയ കുട്ടി രഹസ്യമായി ആയുധം വിൽക്കുന്നിടത്തേക്ക് അണ്ടർവേൾഡ് വഴി എത്തിച്ചേരുകയാണ്. അതുവരെ അവൻ സമ്പാദിച്ച പണമത്രയും ചേർത്ത് അവിടെ നിന്നും ഒരു പിസ്റ്റൾ അവൻ വാങ്ങിയെടുക്കുന്നു. അവന്റെ ഉള്ളിൽ ഗൂഢമായ എന്തോ പദ്ധതിയുണ്ട് എന്ന് അതിനോടകം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ആരെയോ കൊല്ലുവാൻ അവൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അടുത്ത ദിവസം മാനേജർ ക്യൂനി കപൂറിന്റെ റൂമിലേക്ക് ഒരു ഡ്രിങ്ക് മിക്സ് ചെയ്യുവാൻ കുട്ടിക്ക് കയറി
ഓടിച്ചെല്ലേണ്ടി വരികയാണ്. ആ സമയം അൽഫോൺസോ അങ്ങോട്ടേക്ക് വന്നു. അൽഫോൺസോയും ക്യൂനി കപൂറും തമ്മിൽ എന്തൊക്കെയോ സംസാരം ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട്. ഡ്രിങ്ക് ഫിക്സ് ചെയ്ത ശേഷം അൽഫോൺസോ പോകുമ്പോൾ കുട്ടി അവന്റെ പിന്നാലെ ചെന്നു. തനിക്ക് വേണ്ട ഒരു സഹായത്തെപ്പറ്റി പറഞ്ഞു. പക്ഷേ അൽഫോൺസോ കുട്ടിയെ മൈൻഡ് പോലും ആക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കുട്ടി അൽഫോൺസോക്ക് നല്ല രീതിയിൽ പണമുണ്ടാക്കാൻ താനൊരു വഴി പറഞ്ഞു തരാം എന്നൊരു ഓഫർ മുമ്പിലേക്ക് വെക്കുകയാണ്. ശേഷം അടുത്ത ദിവസം ടൈഗേഴ്സ് ടെമ്പിളിലേക്ക് വരണമെന്നും അണ്ടർഗ്രൗണ്ട് ഫൈറ്റ് നടക്കുമ്പോൾ മങ്കി മാൻ 3-ാം റൗണ്ടിൽ പരാജയപ്പെടും എന്ന് ബെറ്റ് വെക്കണമെന്നും അൽഫോൺസോയോട് പറയുന്നു. അൽഫോൺസോക്ക് ആദ്യം അത് മനസ്സിലാവുന്നില്ലെങ്കിലും താനാണ് മങ്കി മാൻ എന്ന് കുട്ടി വെളിപ്പെടുത്തുന്നു. അപ്പോഴാണ് പണം വിജയിക്കാനുള്ള സാധ്യത അൽഫോൺസോ തിരിച്ചറിയുന്നത്. അതിനുശേഷം തനിക്ക് വേണ്ട ഉപകാരം ചെയ്താൽ മതി എന്നും കുട്ടി ആവശ്യപ്പെടുന്നുണ്ട്. കുട്ടി പറഞ്ഞ പോലെ അൽഫോൺസോ ബെറ്റ് വെച്ച് ടൈഗേഴ്സ് ടെമ്പിളിലെത്തി. കൃത്യമായി പറഞ്ഞ പോലെ തന്നെ 3-ാം റൗണ്ടിൽ കുട്ടി എതിരാളിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുത്തു. അൽഫോൺസോയ്ക്ക് ഒരുപാട് പണവും ലഭിച്ചു. അങ്ങനെ കുട്ടി ആവശ്യപ്പെട്ട പോലെ കുട്ടിക്ക് പ്രൊമോഷൻ അൽഫോൺസോ നേടിക്കൊടുക്കുകയാണ്. അതായത് കിച്ചണിലെ പാത്രം കഴുകലിൽ നിന്നും മുകൾ നിലയിലുള്ള ഗസ്റ്റ് സെർവറിലേക്ക് 4 നിലകളാണ് കിങ്സിനുള്ളത്. ഏറ്റവും താഴെ ബേസ്മെന്റ്, കിച്ചണൊക്കെ അവിടെയാണ്. പിന്നെ റെസ്റ്റോറന്റ്, അതിനു മുകളിൽ VIP റൂം, അതിനു മുകളിൽ കിങ്സ് റൂം. ആദ്യഘട്ടത്തിൽ കുട്ടി എത്തിച്ചേരുന്നത് റെസ്റ്റോറന്റിലേക്കാണ്. അവിടെയുള്ളതൊക്കെ വലിയ നിലകളിലുള്ള ആളുകളായിരുന്നു. അവിടുത്തെ മെനുവിൽ തന്നെ പ്രത്യേകതകളുണ്ട്. ഫുഡ് പോലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അതൊക്കെ സൂചിപ്പിക്കുന്നത് ഓരോ തരത്തിലുള്ള സ്ത്രീകളെയാണ്. അൽഫോൺസോ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് വിശദീകരിച്ചു കൊടുത്തു. കുട്ടി അവിടെ സെർവ് ചെയ്യാൻ ആരംഭിച്ചു. അന്നത്തെ ജോലി കഴിഞ്ഞ് കുട്ടി തിരികെ പോകുമ്പോൾ അൽഫോൺസോ അവനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അൽഫോൺസോയുടെ കാറിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവർ എത്തിച്ചേരുന്നത് അൽഫോൺസോ ബോഗി എന്ന് വിളിക്കുന്ന അൽഫോൺസോയുടെ ഓട്ടോറിക്ഷയ്ക്ക് മുമ്പിലാണ്. കാര്യം അതൊരു ഓട്ടോറിക്ഷയാണെങ്കിലും സാധാരണ ഓട്ടോ പോലെ ആയിരുന്നില്ലേ അത്. മോഡിഫൈ ചെയ്ത് വളരെയധികം പവറൊക്കെ കയറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഓട്ടോ ആയിരുന്നു. 180 km/h വരെ അതിന്റെ വേഗത കയറും. കുട്ടി തന്റെ ജോലി തുടർന്നു പോന്നു. ആ സമയം ഒരു ഗസ്റ്റിനാൽ ഹരാസ് ചെയ്യപ്പെടുന്ന സീത എന്ന വേശ്യ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കുട്ടി കാണുന്നുണ്ട്. കുട്ടിക്കൊരു അബദ്ധം പറ്റാൻ പോകുന്ന സമയം സീത അവനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ അവിടെ വെച്ച് സീതയുടെ കസ്റ്റമർ അവളെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കുട്ടിയുടെ ട്രോമയെ ഉണർത്തുന്നു. അവന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് നീണ്ടു. ചെറുപ്പത്തിൽ ആദിവാസി ഊര ആക്രമിക്കാനെത്തിയ പോലീസ് സംഘത്തിലെ പ്രധാന പോലീസ് ഓഫീസറായ റാണ അവന്റെ കൺമുമ്പിൽ വെച്ച് അവന്റെ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഓർമ്മകളായിരുന്നു അത്. രോഷം അവന്റെ ഉള്ളിൽ ആളിക്കയറാൻ തുടങ്ങി. കൈവിറയ്ക്കാൻ ആരംഭിച്ചു. സഹിക്കാൻ പറ്റാതെ അവൻ അവിടെ നിന്നിറങ്ങി ഹോട്ടലിന്റെ പുറത്തേക്ക് പോരുകയാണ്. ഫ്രസ്ട്രേഷൻ തീരുവാൻ അവൻ അവിടെ കുറച്ചു നേരം നിന്നു. ആ സമയം ഒരു തെരുവുപട്ടി അവന്റെ അടുത്ത് വന്ന് കുരയ്ക്കാൻ ആരംഭിച്ചു. അവിടുത്തെ വേസ്റ്റ് ഡപ്പയിൽ നിന്നും ആ തെരുവുപട്ടിക്ക് അവൻ കുറച്ച് ഭക്ഷണം എടുത്തു കൊടുത്തു. ആ സമയമായിരുന്നു സീതയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഭക്ഷണം കൊടുത്താൽ തെരുവുപട്ടികൾ കൂടെ കൂടുമെന്നും അതിനൊന്നും പ്രതീക്ഷകൾ കൊടുക്കരുത് എന്നും സീത അർത്ഥഗർഭമായി കുട്ടിയോട് പറയുകയാണ്. കുട്ടി കിങ്സ് ഹോട്ടലിൽ തന്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. അൽഫോൺസോയുമായുള്ള പരിചയം മുതലെടുത്ത് കുട്ടി അങ്ങനെ VIP റൂം സർവറായി മാറുകയാണ്. പക്ഷേ VIP റൂമിൽ ജോലിക്കായി പോകുന്നതിനു മുമ്പേ കുട്ടി ഒരു കാര്യം ചെയ്തു. സ്ഥിരമായി താൻ ഭക്ഷണം കൊടുത്ത തെരുവുനായയെ ഉപയോഗിച്ച് സെക്യൂരിറ്റിയുടെ കണ്ണുവെട്ടിച്ച് അവൻ തന്റെ പിസ്റ്റൾ ഹോട്ടലിന്റെ അതിർത്തിക്കുള്ളിൽ കടത്തി. ശേഷം ആ പിസ്റ്റൾ തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ച് ഹോട്ടലിനകത്തേക്കും കയറി. VIP റൂമിൽ സെർവ് ചെയ്യേണ്ടത് മദ്യമൊന്നും ആയിരുന്നില്ല. അൽഫോൺസോ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകളായിരുന്നു. മയക്കുമരുന്ന് സെർവ് ചെയ്യുന്നതിനിടയിൽ അവിടെ എത്തിയിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റാണയെ കുട്ടി നോക്കിക്കാണുന്നുണ്ട്. റാണ സീതയെ തന്റെ മടിയിലിരുത്തി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാഴ്ചകൾ കുട്ടിയുടെ മനസ്സിലെ ട്രോമ ഉണർത്തുന്നു. അവൻ വേഗത്തിൽ ബാത്റൂമിലേക്ക് പോയി. ഈ സമയം റാണ മയക്കുമരുന്നിന് ഓർഡർ കൊടുത്തിരുന്നു. എന്തോ ചിന്തിച്ച കുട്ടി അവിടെ നിന്നും ഒരു മയക്കുമരുന്ന് ട്യൂബിൽ മയക്കുമരുന്നിനൊപ്പം ബ്ലീച്ച് പൗഡറും കൂടി മിക്സ് ചെയ്ത് റാണയ്ക്ക് കൊണ്ടുകൊടുക്കുകയാണ്. റാണ പിന്നാലെ കുട്ടി കൊടുത്ത് ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അതോടെ അയാളുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുകയാണ്. മുഖം കഴുകാൻ റാണ ബാത്റൂമിലേക്ക് കയറി. പിന്നാലെ കുട്ടിയും ബാത്റൂമിൽ കയറുകയും ഡോറ് പൂർണ്ണമായും ലോക്ക് ചെയ്യുകയും ചെയ്തു. റാണയ്ക്ക് മുമ്പിലേക്ക് ചെന്ന കുട്ടി റാണയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. അവന്റെ കൈ ഭയം കൊണ്ട് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തന്റെ അമ്മയ്ക്ക് വേണ്ടി താൻ കണക്ക് തീർക്കാൻ പോകുന്നു എന്ന് കുട്ടിയെന്ന് റാണ ചോദിച്ചപ്പോൾ റാണയോട് പറഞ്ഞു. ഒരു നിമിഷത്തിൽ ഒച്ച കേട്ട് കുട്ടിയുടെ ശ്രദ്ധ മാറിയതും റാണ കുട്ടിയെ കടന്നാക്രമിച്ചു. പിന്നെ അവിടെ ശക്തമായൊരു ഫൈറ്റ് നടക്കുകയാണ്. റാണയുടെ കയ്യാളുകളും അവിടുത്തെ ബോഡി ഗാർഡ്സും കുട്ടിയെ ആക്രമിക്കാൻ എത്തുന്നുണ്ട്. കുട്ടി പരമാവധി അവർക്കെതിരെ പൊരുതി നിന്നു.
ശേഷം അവിടെ നിന്നാൽ കൊല്ലപ്പെടും എന്ന് മനസ്സിലായതോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. താഴേക്കെത്തി അവന് രക്ഷപ്പെടാൻ കയ്യിൽ കിട്ടിയത് അൽഫോൺസോയുടെ ഓട്ടോറിക്ഷയായിരുന്നു. ഓട്ടോറിക്ഷയെടുത്ത് അവൻ മുന്നോട്ട് വന്നതും ഭയന്ന് അൽഫോൺസോയും ഓടിയെത്തി. കുട്ടിക്കൊപ്പം എപ്പോഴും അൽഫോൺസോയും ഉണ്ടായിരുന്നതുകൊണ്ട് അൽഫോൺസോയുടെ നിലനിൽപ്പും അവിടെ അപകടത്തിലാവുമെന്ന് കണ്ട് കുട്ടി അൽഫോൺസോയെയും തന്റെ കൂടെ വിളിക്കുകയാണ്. അൽഫോൺസോ ഓടി നേരെ ഓട്ടോറിക്ഷയിലേക്ക് കയറി. പിന്നെ നടന്നത് ഒരു ചേസിംഗ് ആയിരുന്നു. കുട്ടിയെ പിടികൂടാൻ പോലീസ് സംഘവും പിന്നാലെ പാഞ്ഞെത്തി. റാണ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ. കുട്ടി ഒരുപാട് ശ്രമിച്ചെങ്കിലും കുട്ടിയുടെ ഓട്ടോ അപകടത്തിൽപ്പെടുകയാണ്. ഓട്ടോക്കടിയിൽ കുട്ടി പെട്ടുപോയി. പോലീസ് വരുന്ന കണ്ട് മറ്റു വഴികളില്ലാതെ അൽഫോൺസോ ഓട്ടോയിൽ നിന്നിറങ്ങി കുട്ടിയോട് സോറി പറഞ്ഞ് രക്ഷപ്പെട്ടു മാറി. പോലീസ് കുട്ടിയെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കൊണ്ടുപോവാൻ ആരംഭിച്ചു. അപ്പോഴായിരുന്നു കുട്ടിയുടെ ബോധം തെളിയുന്നത്. തന്നെ കൊന്നുകളയും എന്നുറപ്പുണ്ടായിരുന്ന കുട്ടി പോലീസ് വാഹനത്തിൽ വെച്ച് അതിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കടന്നാക്രമിച്ച് അതിൽ നിന്നും ചാടി രക്ഷപ്പെടുകയാണ്. കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഓടിക്കയറുന്നത് മറ്റൊരു അക്രമകാരിയുടെ മുമ്പിലേക്കായിരുന്നു. തന്റെ ഇടത്തേക്ക് പോലീസിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അയാളും കുട്ടിയെ ആക്രമിക്കുന്നു. അവിടെയും ശക്തമായ ഫൈറ്റ് നടന്നു. ഈ സമയം പോലീസ് സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ വെടിയുതിർത്തപ്പോൾ അക്രമകാരിയുടെ ദേഹത്ത് വെടികൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു. രക്ഷപ്പെടാൻ കുട്ടി ആ കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിലേക്ക് കയറി അതിലൂടെ ഓടാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും ഹെലികോപ്റ്റർ അടക്കം സർവൈലൻസിൽ എത്തിയിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നും കുട്ടി ഷൂട്ട് ചെയ്യപ്പെട്ടു. അവൻ ആ കെട്ടിടത്തോട് ചേർന്നുണ്ടായിരുന്ന അഴുക്ക് നിറഞ്ഞ നദിയിലേക്ക് വെടിയേറ്റ് വീഴുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ കുട്ടി കുറച്ച് ഹിജറകൾക്കൊപ്പമായിരുന്നു. ഹിജറകൾ കൂട്ടമായി താമസിക്കുന്ന അർദ്ധനാരീശ്വരി ടെമ്പിളിലായിരുന്നു അവനപ്പോൾ ഉണ്ടായിരുന്നത്. ഹിജറകളായിരുന്നു അവനെ രക്ഷപ്പെടുത്തിയതും അവന്റെ മുറിവുകൾ മരുന്നുവെച്ച് കെട്ടിയതും അവനെ സംരക്ഷിച്ചതും. ആ ഹിജറ കമ്മ്യൂണിറ്റിയുടെ നേതാവ് ആൽഫ എന്നൊരു അർദ്ധനാരീശ്വരിയായിരുന്നു. കുട്ടിയെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ ആൽഫ കുട്ടിയോട് വിശദീകരിച്ചു. അവിടുള്ള അർദ്ധനാരീശ്വരി ദേവപ്രതിമയിലേക്ക് നോക്കുവാനും ആൽഫ ആവശ്യപ്പെട്ടു. അതിനെപ്പറ്റി കുട്ടിയോട് വിശദീകരിക്കുകയും ചെയ്തു. അർദ്ധനാരീശ്വരന്റെ ഭാഗമായ ശിവഭഗവാൻ സംഹാരത്തിന്റെ ദൈവമാണെന്നും അതേസമയം പാർവതിയാകട്ടെ സമാധാനത്തിന്റെ ദേവിയാണെന്നും ആൽഫ വിശദീകരിച്ചു. നമ്മുടെ രാജ്യം ഇപ്പോൾ എത്രമാത്രം ക്രിമിനൽ ആക്ടിവിറ്റികളിലൂടെയും കറപ്ഷനിലൂടെയുമാണ് കടന്നു പോകുന്നതെന്നും അതിനൊരു പരിഹാരം സമാധാനം കൊണ്ടുവരാൻ ഒരു അർദ്ധനാരീശ്വരൻ തന്നെ അവതരിച്ചു വരുമെന്നും അവർ പ്രത്യാശിക്കുന്നുണ്ടായിരുന്നു. കഥ അവിടെ നിന്നും ബാബാ ശക്തിയിലേക്ക് നീളുന്നു. ബാബാ ശക്തിയെ കാണുവാൻ റാണ എത്തുകയായിരുന്നു. കിങ്സ് ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ബാബാ ശക്തി അറിഞ്ഞിട്ടുണ്ട്. ബാബാ ശക്തി വെറുമൊരു ആൾദൈവമായിരുന്നില്ല. രാജ്യത്തെ പൊളിറ്റിക്സിനെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള വലിയൊരു മതനേതാവായിരുന്നു. പിന്നണിയിൽ വളരെയധികം ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുന്ന ഒരു ബോസും. ബാബാ ശക്തി വളർന്നു വന്ന കാലത്ത് ബാബാ ശക്തി പ്രധാനമായും തന്റെ കയ്യാളായി ഉപയോഗിച്ചിരുന്നത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന റാണയെയായിരുന്നു. ആക്രമിച്ച പയ്യനെ പറ്റി ബാബാ ശക്തി ചോദിച്ചു. അവൻ ആരുമല്ലെന്നായിരുന്നു റാണയുടെ മറുപടി. ഒരിക്കൽ താനും ആരുമായിരുന്നില്ലെന്നും തന്നെപ്പോലെയാണ് അവനെന്നും അവനും ആരെങ്കിലുമായി തീരുന്നതിനു മുമ്പ് അവനെ ഇല്ലാതാക്കിയേക്കാൻ ബാബാ ശക്തി ഉത്തരവിടുകയാണ്. കുട്ടി ഹിജറ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ ഉള്ളിൽ ആശങ്കകളും ഭയവും വേദനയും നിറഞ്ഞു നിന്നിരുന്നു. ഹിജറ കമ്മ്യൂണിറ്റി നേതാവ് ആൽഫ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ആൽഫ എന്ന കുട്ടിയെ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിലുള്ള വളരെ പുണ്യമായി ഹിജറ കമ്മ്യൂണിറ്റി കരുതുന്ന ഒരു മരച്ചോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും ആ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ ബാബാ ശക്തിയും ബാബാ ശക്തിയുടെ പൊളിറ്റീഷ്യൻസും കണ്ണുവെച്ചിട്ടുള്ള കാര്യവും തങ്ങൾക്ക് അവർക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയും ഒക്കെയും ആൽഫ കുട്ടിയോട് പങ്കുവെക്കുന്നുണ്ട്. ഉപദ്രവിക്കുന്ന പൊളിറ്റീഷ്യൻസിനും ഗുണ്ടകൾക്കും കുറെ പണം കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ അവരുടെ പക്കൽ അതിനുവേണ്ട പണവുമില്ല. പിന്നാലെ കുട്ടിയുടെ ഉള്ളിലെ വേദനകളെ പുറത്തു കൊണ്ടുവരാനും അതിനെ മായ്ച്ചു കളയുവാനും കുട്ടിയുടെ ആന്തരിക ശക്തികളെ ഉണർത്തുവാനും ഒക്കെ വേണ്ടിയിട്ട് വിശ്വാസപരമായ ഒരു ഔഷധം നൽകി കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അവന്റെ ആന്തരിക ശക്തിയെ പുറത്തു കൊണ്ടുവരിപ്പിക്കാൻ ആൽഫ ശ്രമിക്കുകയാണ്. ആൽഫയിൽ നിന്നും ഔഷധം ശ്വസിക്കുന്നതോടെ കുട്ടിയുടെ മനസ്സിലേക്ക് വിഭ്രാന്ത അനുഭവങ്ങൾ ഓടിയെത്താൻ തുടങ്ങി. ട്രോമകൾ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. കുട്ടിയുടെ ചെറുപ്പകാലത്ത് ബാബാ ശക്തിയും ആളുകളും ചേർന്ന്
ചേർന്ന് കുട്ടിയും കുടുംബവും താമസിച്ചിരുന്ന ആദിവാസി ഊര് നിലനിന്ന പ്രദേശം കൈയടക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് അതിനെതിരെ പ്രതികരിച്ചവരിൽ കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ റാണയുടെ സഹായത്തോടെ ബാബാശക്തി അവിടെ അക്രമം അഴിച്ചുവിടുകയാണ്. പാവപ്പെട്ട നിരവധി ജനങ്ങൾ അന്നവിടെ കൊല്ലപ്പെട്ടു. തന്റെ മകനും ആപത്ത് വന്നേക്കാം എന്ന് ചിന്തിച്ച കുട്ടിയുടെ അമ്മ അക്രമം നടക്കുമ്പോൾ കുട്ടിയെ സുരക്ഷിതമായി വീടിനുള്ളിൽ ഒരിടത്തൊളിപ്പിച്ചു. അപ്പോഴായിരുന്നു റാണ വീടിനകത്തേക്ക് കടന്നു വന്നത്. നേരത്തെ റാണയ്ക്കെതിരെ ചോദ്യം ചെയ്ത് കുട്ടിയുടെ അമ്മയോട് റാണയ്ക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. റാണ കുട്ടിയുടെ അമ്മയെ കടന്നു പിടിക്കുകയും അടിച്ചു വീഴ്ത്തി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. മറഞ്ഞിരുന്ന കുട്ടി കൺമുമ്പിൽ അതൊക്കെ നോക്കിക്കണ്ടു. ഒടുവിൽ തന്റെ ആളുകളോട് പറഞ്ഞ് ജീവനവശേഷിച്ച കുട്ടിയുടെ അമ്മയെ വീടടക്കം അവർ തീയിടുകയാണ്. താഴത്തേക്ക് ഇറങ്ങി വന്ന കുട്ടി തീയിൽ തട്ടിവിളിച്ച് തന്റെ അമ്മയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനായിരുന്നു അവന്റെ കൈകൾക്ക് പൊള്ളലേറ്റത്. പക്ഷേ അവൻ അമ്മയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കുട്ടിയെന്ന് രക്ഷപ്പെട്ടെങ്കിലും അവൻ ജനിച്ച ഇടവും അവന്റെ അമ്മയും അവന്റെ കാടും അവന്റെ സമൂഹവും അവന് നഷ്ടപ്പെട്ടിരുന്നു. അതിന് പ്രതികാരം ചെയ്യുവാനാണ് കുട്ടി ഇപ്പോൾ നിലകൊള്ളുന്നത് പോലും. ഉള്ളിലെ വേദനകൾക്കപ്പുറം കുട്ടിയുടെ ഉള്ളിൽ പ്രതികാരാഗ്നി ആളിക്കത്താൻ ആരംഭിക്കുകയാണ്. ആ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അവിടുത്തെ തബലിസ്റ്റിന്റെ സഹായത്തോടെ അരി കെട്ടിയിട്ട ചാക്കിൽ പഞ്ച് ചെയ്തുകൊണ്ട് കുട്ടി തന്റെ ഫൈറ്റിംഗ് സ്കില്ലുകൾ വീണ്ടെടുക്കാൻ ആരംഭിക്കുന്നു. ശക്തമായി പരിശീലിക്കാനും തുടങ്ങുന്നു. ഇതിനിടയിൽ ബാബാശക്തി പിന്തുണച്ചിരുന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി വളരെ വലിയ വിജയം നേടിയിരുന്നു. കുട്ടി തന്റെ പരിശീലനം തുടർന്നുകൊണ്ടേയിരുന്നു. ഹിജറകളും അവനെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരുന്നു. ഒരു ദിവസം അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിലേക്ക് ഹിജറ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച രീതിയിൽ കൊണ്ടുവരപ്പെട്ടു. ബാബാശക്തിയുടെ ആളുകളായിരുന്നു അത് ചെയ്തത്. എത്രയും വേഗം അവിടെ മൊഴിപ്പിക്കുന്ന ഭാഗമായിട്ടായിരുന്നു അത്. കുട്ടി അതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. അതിനൊരു പരിഹാരം തീർക്കുവാൻ കുട്ടി ആദ്യമേ ആലോചിക്കുകയാണ്. അന്ന് രാത്രിയിൽ അർദ്ധനാരീശ്വരി ഭഗവാന് മുമ്പിൽ നിന്ന് കുട്ടി കൈകൂപ്പി പ്രാർത്ഥിച്ചു. അവിടെയുണ്ടായിരുന്ന ഭണ്ണാര പെട്ടിയിൽ നിന്നും പണം വാരിയെടുത്ത കുട്ടി അതുമായി നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലേക്കായിരുന്നു. താൻ വിജയിക്കുമെന്ന് ബെറ്റ് കിട്ടുവാൻ കുട്ടി തന്റെ പരിചയക്കാരൻ ജോർജ് എന്ന പയ്യനോട് പറയുകയാണ്. ജോർജ് അത്തരത്തിൽ മങ്കിമാനുമേൽ ബെറ്റ് കെട്ടി. വൈകാതെ ഫൈറ്റ് ആരംഭിച്ചു. പണ്ട് മങ്കിമാനെ പരാജയപ്പെടുത്തിയിട്ടുള്ള കോബ്ര എന്ന വിളിപ്പേരുള്ള ഫൈറ്ററായിരുന്നു മങ്കിമാനെ ആക്രമിക്കാൻ എത്തിയത്. മങ്കിമാൻ പരാജയപ്പെടും എന്നായിരുന്നു കാണികൾ പോലും കരുതിയിരുന്നത്. കോബ്രയ്ക്ക് വേണ്ടി അവർ ആക്രോശിച്ചിരുന്നു. പക്ഷേ ഒരൊറ്റ കിക്കിൽ മങ്കിമാൻ കോബ്രയെ നിലംപതിപ്പിക്കുകയാണ്. കോബ്രയുടെ ആ നോക്കൌട്ട് ഏവരെയും ഞെട്ടിക്കുന്നുണ്ട്. മങ്കിമാൻ വിജയിച്ചെങ്കിലും കാണികൾക്ക് ആവേശമുണ്ടായിരുന്നില്ല. ആ മൃഗത്തിനെ കൊന്നുകളയൂ എന്നായിരുന്നു അവർ ആർപ്പ് വിളിച്ചിരുന്നത്. ടൈഗർ പിന്നാലെ തന്റെ കരുത്തനായ വളരെ വലിയ ശരീരമുള്ള ഫൈറ്ററെ മങ്കിമാനെതിരെ പോരാടുവാൻ കൊണ്ടുവരികയാണ്. മങ്കിമാന് അതത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ആ വലിയ മനുഷ്യനെതിരെ ഫൈറ്റ് ചെയ്ത് മങ്കിമാൻ അയാളെയും പരാജയപ്പെടുത്തുന്നു. അതോടെ കാണികൾ ഒന്നടങ്കം നിശബ്ദമായി. ടൈഗർ ഞെട്ടിത്തെറിച്ചു നിന്നു. ഈ സമയം ആരോ ഒരാൾ ജയ് ബജ്റംഗ് ബലി എന്ന് ആരവം മുഴക്കുകയാണ്. അതോടെ ഏവരും മങ്കിമാനായി ജയ് വിളിക്കുവാൻ ആരംഭിച്ചു. അത്രനാളും ഏവരും തഴഞ്ഞ് ചവിട്ടിയരച്ച മങ്കിമാൻ ഹീറോവായി ഉദിച്ചുയരുകയായിരുന്നു. ബെറ്റിൽ നിന്ന് നേടിയ പണം കുട്ടി അർദ്ധനാരീശ്വരി ടെമ്പിളിൽ എത്തിച്ചു. ഒപ്പം അതിലൊരു കുറിപ്പുമുണ്ടായിരുന്നു. നിങ്ങൾ ആരാണെന്ന് ഓർക്കേണ്ടുന്ന ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയം എത്തിയിരിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പ് സൂചിപ്പിച്ചത്. ബാബാശക്തി സപ്പോർട്ട് ചെയ്ത പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ പേരിൽ ഒരു പാർട്ടി കിങ്സ് ഹോട്ടലിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കപ്പെട്ടിരുന്നു. ആ വിവരം കുട്ടി മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് അങ്ങോട്ടേക്ക് കടന്നെത്തി ആക്രമണം നടത്തി തന്റെ എതിരാളികളെ മുഴുവനായി വകവരുത്തണമെന്നും പ്രതികാരം പൂർത്തിയാക്കണം എന്നും കുട്ടി ചിന്തിച്ചിരുന്നു. പാർട്ടി നടക്കുന്ന ആ ഹോട്ടലിലേക്ക് കുട്ടി കടന്നു കയറി. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഫൈറ്റുകളായിരുന്നു. റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് കുട്ടി കടന്നെത്തി ആക്രമണം തുടങ്ങിയതും ഭയന്ന ബാബാശക്തിയും റാണയും VIP റൂമിലേക്കും കിങ് റൂമിലേക്കുമായി രക്ഷപ്പെട്ടു. പക്ഷേ റെസ്റ്റോറന്റിൽ കുട്ടിയെ ആക്രമിക്കാൻ റാണയുടെ കയ്യാളുകളും ബാബാശക്തിയുടെ ബോഡി ഗാർഡുകളും അടക്കം നിരവധി പേർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞതും കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെയായി. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുവാൻ ഹിജറ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ
എത്തിച്ചേർന്നത്. അവരും ഫൈറ്റിൽ പങ്കാളികളായി. ശക്തമായ പോരാട്ടം തന്നെ നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ സമയമായിരുന്നു ക്യൂനി കപൂർ തോക്കുമായി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കുട്ടിയെ വെടിവെച്ചു കൊല്ലുവാൻ ക്യൂനി കപൂർ ശ്രമം നടത്തി. ഭാഗ്യവശാൽ അവിടുണ്ടായിരുന്ന സീത ഉണർന്നു പ്രവർത്തിക്കുകയും ക്യൂനി കപൂറിനെ കൊല്ലുകയും ചെയ്തു. ശേഷം ക്യൂനിയുടെ വിരൽ മുറിച്ചെടുത്ത കുട്ടി അതുപയോഗിച്ച് ഫിംഗർ പ്രിന്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ലിഫ്റ്റ് പ്രവർത്തിപ്പിച്ച് നേരെ VIP റൂമിലേക്ക് കടന്നു ചെന്നു. റാണ അവിടെ ഉണ്ടായിരുന്നു. കുട്ടിയും റാണയും തമ്മിൽ ശക്തമായൊരു ഫൈറ്റ് തന്നെ നടന്നു. ഫൈറ്റിനൊടുവിൽ കുട്ടി റാണയെ കൊലപ്പെടുത്തി. എല്ലാത്തിന്റെയും സൂത്രധാരനായ ഏറ്റവും വലിയ ക്രിമിനൽ ബാബ ശക്തിയാണെന്ന് കുട്ടിക്ക് അറിയാമായിരുന്നു. അവിടെ നിന്നും കുട്ടി നേരെ കിങ്സ് റൂം പെന്റ് ഹൗസ് എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും മുകൾ നിലയിലേക്ക് കയറി ചെല്ലുകയാണ്. ബാബ ശക്തി അവിടെ ഉണ്ടായിരുന്നു. കുട്ടിക്ക് അടുത്തേക്ക് വന്ന ബാബ ശക്തി ആത്മീയ രീതിയിലൊക്കെ സംസാരിച്ച് കുട്ടിയെ സമാധാനിപ്പിക്കാനും പിടിച്ചു നിർത്താനും ശ്രമിച്ചു. പക്ഷേ കുട്ടിയുടെ ഉള്ളിലെ പ്രതികാരം അത്തരത്തിലൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ബാബ ശക്തി തന്റെ പാതുകങ്ങൾ കയ്യിലെടുത്തു. ഭൂമിയെ വേദനിപ്പിക്കാതെ നടക്കുവാൻ തന്റെ ഒരു ഭക്തൻ ഉണ്ടാക്കി തന്നതാണിത് എന്നൊക്കെ പറഞ്ഞ് ബാബ ശക്തി പാതുകം കയ്യിൽ വെച്ചു നിന്നു. ഈ സമയം അങ്ങോട്ടേക്ക് പോലീസ് ഹെലികോപ്റ്റർ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് വന്നെത്തിയിരുന്നു. കുട്ടിയുടെ ശ്രദ്ധ ഒരു നിമിഷം അങ്ങോട്ടേക്ക് തിരിഞ്ഞതും പാതുകത്തിൽ നിന്നും കാൽ കൊളുത്തിപ്പിടിക്കുന്ന ഭാഗം പുറത്തേക്ക് ഊരിയെടുത്ത ബാബ ശക്തി അതിലുണ്ടായിരുന്ന ആണി ഉപയോഗിച്ച് കുട്ടിയെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ വൈകിയില്ല. കുട്ടി ഉണർന്നു പ്രവർത്തിക്കുകയും ബാബ ശക്തിയെ അടിച്ച് താഴെയിട്ട് അതേ നെയിലുപയോഗിച്ച് ബാബ ശക്തിയെ പലവരു കുത്തുകയും ചെയ്തു. ഈ സമയം ഭീരുവിനെ പോലെ ബാബ ശക്തി കുട്ടിക്ക് എന്തു വേണമെങ്കിലും നൽകാം, തന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുട്ടി ബാബ ശക്തിയെ കൊന്നുകളഞ്ഞു. കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലിയൊരു യുദ്ധത്തിനു ശേഷം വിജയിയായി നിൽക്കുന്ന ഹനുമാന്റെ ചിത്രം അവിടെ ഭിത്തിയിൽ ഉണ്ടായിരുന്നു. അവശതയിൽ കുട്ടി താഴേക്ക് മറിഞ്ഞു വീണു. അവന്റെ ബോധതലത്തിൽ അമ്മയുമായവൻ കാടിനുള്ളിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന നാളുകൾ ഓടിയെത്താൻ തുടങ്ങി. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബായ്.